വേടന്റെ പാട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിലബസിൽ നിന്ന് മാറ്റണം എന്ന് എക്സ്പേർട്ട് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ ബോർഡ് ഓഫ് സ്റ്റഡീസിലേക്ക് അയക്കും. ഭൂമി ഞാൻ വാഴുന്ന ഇടം എന്ന വേടന്റെ പാട്ടും സിംഗർ കമ്പോസറായ ഗൗരി ലക്ഷ്മിയുടെ അജിത ഹരെ ഇവ രണ്ടുമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാറ്റാൻ ഒരു എക്സ്പേർട്ട് കമ്മിറ്റി റെക്കമെൻഡേഷൻ. ഇത് രണ്ടും, അതായത് വേടനെ അനുകൂലിക്കുന്നതും വേടനെ എതിർക്കുന്നതും രാഷ്ട്രീയമാണ്. ആ രണ്ട് രാഷ്ട്രീയം എന്താണെന്ന് 100% നിഷ്പക്ഷമായി വസ്തുനിഷ്ഠമായി പറയാം. അതോടൊപ്പം വേടൻ പഠിപ്പിക്കപ്പെടണം എന്നാണ് എൻ്റെ വിശ്വാസം. അത് എന്തുകൊണ്ടാണെന്നും കൂടെ ഞാൻ പറയാം. പ്രധാനമായിട്ട് വേടന്റെ വിഷയത്തിലാണ് ആ കോൺട്രവേഴ്സി വന്നത്. ഡോക്ടർ എം ബഷീർ വൈസ് ചാൻസലറാണ് ഇദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യുന്നത്. കാരണം ഗവർണർ ഈ ഇദ്ദേഹത്തിന്റെ ഒരു ക്വയറി വന്നിരുന്നു. അതായത് ഇത് CPM നയിക്കുന്ന ഇടതുപക്ഷം ഒരു വശത്തും സംഘപരിവാർ നയിക്കുന്ന വലതുപക്ഷം, ഹിന്ദുത്വ വലതുപക്ഷം മറുവശത്തും നിന്ന് ഒരു വടം വലി നടത്തുകയാണ്. അതാണ് അതിന്റെ സത്യം. നമ്മൾ അത് കാണാതിരുന്നിട്ട് കാര്യമില്ല. അത് സത്യസന്ധമായി നമുക്ക് പറയാം. രണ്ട് ഭാഗത്തെ മെറിറ്റ്സും രണ്ട് ഭാഗത്തെ ഡീമെറിറ്റ്സും പറയാം. എന്തുകൊണ്ടാണ് വേടന്റെ വിഷയത്തിൽ ആ തർക്കമുള്ളത്? RSS ഉയർത്തിപ്പിടിക്കുന്ന ഹിന്ദുത്വ വലതുപക്ഷം, ഹിന്ദു വലതല്ല, ഒരു ഹിന്ദുത്വ കുറച്ചുകൂടെ കടുപ്പമേറിയ നിലപാടുകളുള്ള ഒരു ഹിന്ദുത്വ വലതുപക്ഷം വേടൻ എന്ന സ്വത്വത്തെ ഉയർത്തി, ജാതി എന്ന വിഷയത്തെ ഉയർത്തി ഹിന്ദു മുസ്ലിം ഹിന്ദുക്കളുടെ ഇടയിൽ സ്പർദ്ധ ഉണ്ടാക്കാൻ, മുസ്ലിം ദളിത് കൺസോൾട്ടേഷൻ ഉണ്ടാക്കാൻ നോക്കുന്നു. മുസ്ലിം ദളിത് ലെഫ്റ്റ് ഐക്യം, ഇതാണ് വേടനെ മുമ്പോട്ട് വെക്കുന്ന ഇടതുപക്ഷക്കാരും മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയം. സ്വത്വ രാഷ്ട്രീയത്തിൽ, ഐഡന്റിറ്റി പൊളിറ്റിക്സിൽ വേടൻ എന്ന പിന്നോക്ക വിഭാഗത്തിന്റെ രാഷ്ട്രീയം പറയുന്ന വ്യക്തി പ്ലസ് മുസ്ലിം, പിന്നോക്ക പ്ലസ് മുസ്ലിം പ്ലസ് ലെഫ്റ്റ് എന്ന് പറയുന്ന പൊളിറ്റിക്സ് മുമ്പോട്ട് വെക്കുന്നതാണ് നമ്മുടെ ഇടതുപക്ഷം. എന്നാൽ നമ്മുടെ വലതുപക്ഷമോ നേരെ തിരിച്ച് ഒരു ഹിന്ദു ഐക്യപക്ഷം മുമ്പോട്ട് വെക്കും. വേടൻ വെക്കുന്ന പക്ഷത്തിൽ സവർണനും ബ്രാഹ്മണനുമാണ് വില്ലൻ. വലതുപക്ഷം, ഹിന്ദുത്വ വലതുപക്ഷം മുമ്പോട്ട് വെക്കുന്ന നിലപാട് തറയിൽ മുസ്ലിമാണ് വില്ലൻ. ഈ രണ്ട് വില്ലന്മാരും ഇല്ലാതാകണം. യഥാർത്ഥത്തിൽ മുസ്ലിമും ഹിന്ദുവും സവർണനും ബ്രാഹ്മണനും ക്രിസ്ത്യാനിയും എല്ലാം നമ്മുടെയാണ് എന്നുള്ളൊരു തിരിച്ചറിവിൽ നമുക്ക് വരാൻ കഴിയും. യഥാർത്ഥത്തിൽ ഈ പൊളിറ്റിക്കൽ ടഗ് ഓഫ് വാർ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഗവർണർ വൈസ് ചാൻസലർക്ക് ക്വയറി കൊടുക്കുന്നു, വൈസ് ചാൻസലർ ബോർഡ് ഓഫ് കമ്മിറ്റി ഉണ്ടാക്കുന്നു. വളരെ ആലോചിച്ച് അതിന്റെ ഹെഡായിട്ട് ഡോക്ടർ എം ബഷീറിനെ കൊണ്ടുവരുന്നു. അദ്ദേഹം വളരെ ആദരണീയനായ ഒരു വ്യക്തിയാണ്, പ്രത്യേകിച്ച് മുസ്ലിമും കൂടെയാണ്. അപ്പൊ എം ബഷീർ അങ്ങനെ ഒരു എക്സ്പേർട്ട് കമ്മിറ്റി പറയുമ്പോൾ ചാനൽ ചർച്ചകളിലും ഡിബേറ്റുകളിലും ഒക്കെ കൊണ്ടോ ഒരു മുസ്ലിം അല്ലേ ആ കമ്മിറ്റി ഹെഡ് ചെയ്തത്, അതുകൊണ്ട് ആ കമ്മിറ്റി പറയുന്നത് നമ്മൾ കേൾക്കണം എന്ന് പറയുന്നു. ഇതാണ് അതിന്റെ സിമ്പിൾ ലോജിക്. ഒരു കാരണവശാലും പിൻവലിക്കില്ല എന്ന് ബോർഡ് ഓഫ് സ്റ്റഡീസ് പറഞ്ഞിട്ടുണ്ട്. ബോർഡ് ഓഫ് സ്റ്റഡീസിനെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ലെഫ്റ്റ് വിങ് ആണ്, CPM ആണ്, ഇടതുപക്ഷമാണ്. ഇതാണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത്. അപ്പോ ബഷീർ സാർ ഇതിൽ ഐഡിയോളജിക്കൽ കോൺട്രഡിക്ഷൻ ഉണ്ടെന്നും ഫാക്ച്വൽ ഇനാക്യുറസി ഉണ്ടെന്നും ഒക്കെയാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഒരു പൊളിറ്റിക്സ് ആണ്, ഒന്നൊരു റൈറ്റ് വിങ് പൊളിറ്റിക്സ്, ഒന്നൊരു ലെഫ്റ്റ് വിങ് പൊളിറ്റിക്സ്. അതാണ് അതിന്റെ സത്യസന്ധമായ കാര്യം. ഈ വേടന്റെ വരികളിൽ ചിലതൊക്കെ കടുപ്പമാണ്, കുറച്ചൊക്കെ പ്രൊവക്കേഷൻ ആണ്, കുറച്ചൊക്കെ ടു സ്ട്രോങ് ആണ്. സിറിയാനിൻ മാറിലെ മുറിവിൽ ചോരയൊലിപ്പതിൽ ഈച്ചയിരിപ്പു, കൊറിയാനിൻ മീതെ കഴുകന്മാർ പറപ്പു കാവലിരിപ്പു, മതമിരുളിൽ ഭാരതാംബയോ വെട്ടം തേടി അലഞ്ഞു നടപ്പു. അതായത് ഹിന്ദുത്വം മുമ്പോട്ട് വെക്കുന്ന ഈ ഹിന്ദുത്വവാദ മതം ഇരുളിൽ ഭാരതാംബ വെട്ടം തേടി അലഞ്ഞു നടപ്പു. പക്ഷെ അതിപ്പോലും ഭാരതാംബ എന്ന് യൂസ് ചെയ്ത് വളരെ സ്വാഗതാർഹമാണ്. കാര്യം മദർ ഇന്ത്യ എന്ന് വിളിക്കുന്നത് നമ്മുടെ ഒരു ഇതാണ്. മെക്സിക്കൻ കനവുകളായിരം ഒരു മതിലാലെ ആര് തടുപ്പു. അതായത് അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയ റൈറ്റ് വിങ് റിപ്പബ്ലിക്കൻസ് ആണ് യഥാർത്ഥത്തിൽ ഈ മെക്സിക്കോയിൽ നിന്ന് വോള് വേണമെന്ന് പറയുന്നത്. ആ വോള് മെക്സിക്കോയിൽ നിന്ന് ആൾക്കാരെ തടയാനാണെന്നും ഇമിഗ്രേഷൻ അമേരിക്കയിലെ കുറച്ചുകൂടെ ഫ്രീ ആയി വരണമെന്നും വിശ്വസിക്കുന്ന ഡെമോക്രാറ്റ്സ് എതിർക്കുകയാണ്. അപ്പം യഥാർത്ഥത്തിൽ അവിടുത്തെ ലെഫ്റ്റ് ആണ്, അവിടുത്തെ കോൺഗ്രസ് ആണ് ഡെമോക്രാറ്റ്സ്, അവിടുത്തെ BJP ആണ് റിപ്പബ്ലിക്കൻസ്. സിമ്പിളായി പറഞ്ഞാൽ ഇലങ്ക എന്ന് പറഞ്ഞാൽ ലങ്ക, ഇലങ്കയിൽ പുലികൾ ഇനിയും ദാഹം മാറാതോടി നടപ്പു. അതായത് വേടന്റെ മാതാവ് വഴി അദ്ദേഹത്തിന് ലങ്കയുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോ അവിടത്തെ പുലികൾ തമിഴന്മാർക്ക് ഇൻജസ്റ്റിസ് നേരിട്ടു എന്നൊക്കെയുള്ള ഒരു ആംഗിളാണ്. ശരിയാകാം, തെറ്റാകാം, ഇതാണ് ആ ആംഗിൾ. കോങ്കോനിൻ ഖനികളിൽ 1000 കുരുന്നു ജീവൻ നൊന്തു മരിപ്പു. കോങ്കോ അടക്കമുള്ള ഖനികളിൽ ഒരുപാട് ചൈൽഡ് ലേബർ അടക്കം കാര്യം സംഭവിക്കുന്നു. സോമാലിയൻ ബാല്യം കുടിനീര് തീണ്ടി പലകാതം താണ്ടി, അതായത് സോമാലിയയിലെ ബാല്യം അങ്ങനെ പോകുന്നു. മ്യാൻമാറിൽ ബുദ്ധൻ ആയുധമേന്തി ചുടുചോര മോന്തി. അതിൽ ബുദ്ധൻ എന്ന് പറയുന്നതിൽ ഒരു വിഷമമുണ്ട്. കാര്യം ബുദ്ധൻ നമ്മളെല്ലാം ആദരിക്കുന്ന വലിയൊരു ബിംബമാണ്. മ്യാൻമാറിൽ ചില ബുദ്ധിസ്റ്റുകൾ അങ്ങനെ ചെയ്തു എന്നുള്ള സത്യമാണ്. അവിടുത്തെ രോഹിംഗ്യ മുസ്ലിങ്ങൾക്ക് ദുഃഖം അനുഭവിക്കേണ്ടി വന്നു എന്നുള്ള സത്യമാണ്. ആമസോൺ വീര നിന്നുടെ മാറു തുളഞ്ഞതിൽ കാട് കരഞ്ഞു,
ആഫ്രിക്കൻ പോർക്കളങ്ങളിൽ ആൺമകൻ ഉയരനായി അമ്മ കരഞ്ഞു. അതായത് ആഫ്രിക്കയിലെ മരണവും കാര്യങ്ങളും ഒക്കെയാണ് ചെയ്യുന്നത്. പിന്നെ ആർട്ടിക്, ന്യൂയോർക്ക്, പിന്നെ മറ്റൊരു ഇത് പാലസ്തീൻ പല നൂറായി പലായനം ഒരു പതിവായി മാറി. അതായത് ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിൽ പ്രകടമായി പാലസ്തീനോടൊപ്പവും കൗതുകം ഇടതുപക്ഷക്കാർ പോലും കൊടുത്ത ഇതിൽ അതിശക്തമായി ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിമർശിക്കുന്ന രംഗവും. ചീന നിൻ ചെങ്കൊടി താഴെ ഖുറാൻ എരിഞ്ഞതിൻ മണം പരന്നു. അതായത് പരിശുദ്ധ ഖുറാൻ അവിടെ നശിപ്പിക്കപ്പെട്ടു എന്നൊക്കെയാണ് പറയുന്നത്. ശരിയാവാതിരിക്കട്ടെ, പക്ഷേ ആ ഖുറാൻ എരിഞ്ഞതിൻ മണം വരുന്നു തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ പിന്നെ ആസിഫൈൻ അരയെടുക്കുവാൻ ഭഗവാൻ പോലും കാവലിരുന്നു. ആസിഫയുടെ വിഷയം വളരെ ജനുവിനാണ്. നമ്മളെ എല്ലാം വേദനിപ്പിക്കേണ്ട, നാണിപ്പിക്കേണ്ട വിഷയമാണെന്ന കാര്യത്തിൽ സംശയമില്ല. 7-8 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അവിടുത്തെ മുസ്ലിം ജനസംഖ്യ കൂടുന്നു എന്ന തെറ്റിദ്ധാരണ കൊണ്ട് അവിടത്തെ സാഞ്ചി റാം എന്ന് പറഞ്ഞ ഒരാൾ അമ്പലത്തിനടുത്ത് വെച്ച്, അകത്ത് വെച്ചല്ല, അമ്പലത്തിനടുത്ത് വെച്ച് റേപ്പ് ചെയ്ത് കൊന്നത് വളരെ എന്താ പറയുക, നമ്മുടെ മനസാക്ഷിയെ പേടിപ്പിക്കേണ്ട, വിഷമിപ്പിക്കേണ്ട രംഗമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഐലിൻ നിൻ കുഞ്ഞിക്കാലുകൾ കണ്ണീർ കടലിൻ ആഴമളന്നു. ഐലിൻ എന്ന് പറയുന്ന ആ കുട്ടി മരിച്ചത്, ഈ ബോട്ട് പോയി മരിച്ചതിന്റെ കാര്യം വളരെ വേദനയാണ്. ഭൂമി ഞാൻ വാഴുന്നിടം അനുദിനം നരകമായി മാറുന്നിടം. അപ്പം ഇതില് ഇസ്ലാമിസ്റ്റ് തീവ്രതയെക്കുറിച്ച്, അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിൽ ഇസ്ലാമിസ്റ്റുകൾ, അവരിൽ തന്നെ തീവ്ര സുരക്കാർ, ഭീകരവാദികൾ നടത്തുന്ന യാതൊരു കാര്യങ്ങളെക്കുറിച്ചും പരാമർശമില്ല. ഇതാണ് ഒരു വിമർശനം. ആ വിമർശനം ശരിയുമാണ്. അതേപോലെ കാശ്മീരി പണ്ഡിറ്റുകളുടെ പലായനം അടക്കമുള്ള കാര്യങ്ങൾ പലപ്പോഴും സൂചിപ്പിച്ചിട്ടില്ല എന്നുള്ളതും ഒരു പ്രശ്നമാണ്. അപ്പൊ അത്തരം കാര്യങ്ങളോട് ഇൻക്ലൂഡ് ചെയ്യാം. ഓവറോൾ ഒരു ബാലൻസ് കൊടുക്കാൻ നമ്മുടെ വേടന് അത് ചെയ്യാമായിരുന്നു, സംശയമില്ല. വേടൻ ഇനി എഴുതുമ്പോഴും അത്തരം കാര്യങ്ങളോട് ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ളതാണ്. ഈ പറഞ്ഞ പല കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ജെനുവിനാണ്. എന്നാൽ അതിനോടൊപ്പം ഇതും കൂടി വരുമ്പോഴാണ് സർവ്വതല സ്പർശിയാകുന്നത്. അത് വേടനെ ഇൻക്ലൂഡ് ചെയ്യാതിരിക്കാനുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടെന്ന് വാദിക്കാം, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഇതും കൂടി വരുമ്പോഴാണ് അത് പൂർണ്ണതയിലെത്തുന്നത്. അതുകൊണ്ട് വേടന്റെ പാട്ട് പഠിപ്പിക്കട്ടെ, ഡിബേറ്റുകൾ ഉണ്ടാകട്ടെ എന്നുള്ളതാണ് വേടൻ മുമ്പോട്ട് വെക്കുന്നത്. ദളിത് പ്ലസ് മുസ്ലിം എന്ന് പറയുന്ന ജയ് ഭീം ജയ് മീം എന്ന് പറയുന്ന രാഷ്ട്രീയമാണ്. അപ്പൊ ഇടതുപക്ഷക്കാർ സാന്ദർഭികം കൊണ്ട് അത് നമ്മുടെ കൂടെ ഇരിക്കട്ടെ എന്ന് പറയുന്നതാണ് ഈ ജയ് ഭീം ജയ് മീം ലാൽ സലാം എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പം അതൊരു പൊളിറ്റിക്കൽ ആംഗിൾ ആണ്. അത് ശരിയാകാം, തെറ്റാകാം, പക്ഷേ ഇതാണ് അതിന്റെ പൊളിറ്റിക്കൽ ആംഗിൾ. മറുവശത്തെ വലതുപക്ഷ രാഷ്ട്രീയം, ഹിന്ദുത്വ വലത് വേഴ്സസ് ദളിത് മുസ്ലിം ഇടത്, ഇതാണ് ആ ഫൈറ്റ് നടക്കുന്നത്. അപ്പൊ എന്റെയൊക്കെ അഭിപ്രായം, മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ അംബേദ്കറിനെ കുറിച്ച് മഹാത്മാഗാന്ധി പറയുന്നുണ്ട്, അംബേദ്കർ നമ്മുടെ തല തല്ലി പൊളിക്കുന്നില്ല, അത് തന്നെ അംബേദ്കറുടെ ഭാഗത്തു നിന്നുള്ള ആത്മനിയന്ത്രണമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ദളിത് പിന്നോക്ക സമൂഹങ്ങളിൽ നിന്ന് വരുന്ന സ്വരങ്ങളെ ബഹുമാനത്തോടെ കാണണം, അവരെ ചേർത്ത് നിർത്തണം, അവരെ ഒന്നിപ്പിക്കണം എന്നൊക്കെയുള്ള മഹത്തരമായ സങ്കല്പം കൊണ്ടാണ് അത് പറയുന്നത്. ഇപ്പം കഞ്ചാവ് ഓളി എന്ന് വേടനെ ശശികല ടീച്ചർ വിളിക്കുന്നുണ്ട്. ഒരു കാരണവശാലും ശരിയല്ല. BJPയുടെ കൂടെ തന്നെ നിൽക്കുന്ന BDJSന്റെ ഈഴവ സമുദായത്തിന്റെ റെപ്രസെന്റേറ്റീവായ, അല്ലെങ്കിൽ ആ പൊളിറ്റിക്സ് റെപ്രസെന്റ് ചെയ്യുന്ന തുഷാർ വെള്ളാപ്പള്ളി അടക്കമുള്ള ആൾക്കാർക്ക് അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. KPMSകാർക്ക്, പിന്നോക്ക വിഭാഗങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇനിയും വേടന്റെ പാട്ട് പിൻവലിച്ചു എന്നിരിക്കട്ടെ, അത് സവർണ പൊതുബോധം, പിന്നോക്ക ജാതികളെ അടിച്ചമർത്തുകയാണ് എന്ന് പറഞ്ഞ് വീണ്ടും ഒരു നെറേറ്റീവ് ഉണ്ടാകും. അതുകൊണ്ട് വേടൻ പഠിക്കട്ടെ, നമ്മുടെ വിദ്യാർത്ഥികൾ ഡിബേറ്റ് ചെയ്യട്ടെ. വേടൻ പറയുന്നതിലും ഒരു കക്ഷി രാഷ്ട്രീയവും ബയസ് രാഷ്ട്രീയവും ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. വേടനെ എതിർക്കുന്നതിലും ഒരു രാഷ്ട്രീയമുണ്ട്. ഈ രണ്ട് രാഷ്ട്രീയവും ഒരു മധ്യപാത കണ്ടെത്തുമ്പോഴാണ് നമ്മുടെ രാജ്യം മുമ്പോട്ട് പോകാൻ കഴിയുന്നത്. അങ്ങനെയുള്ളൊരു പാതയിലാണ് മഹാത്മാഗാന്ധി അടക്കമുള്ളവർ നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. ആ പാത കണ്ടെത്താൻ നമുക്കാകട്ടെ. അതുകൊണ്ട് വേടൻ പഠിക്കപ്പെടട്ടെ. ആ പഠനത്തിൽ സംവാദാത്മകമായ വേടനെ നമുക്ക് പഠിക്കാൻ കഴിയട്ടെ. ജയ് ഹിന്ദ്.